ഇനി നമ്മൾ പോകുന്നത് ശിരൂരിലേക്കാണ്. DNA പരിശോധന പൂർത്തിയാക്കി അർജുന്റെ മൃതദേഹം നാളെ കോഴിക്കോട് എത്തിക്കും. ലോറിയുടെ ക്യാബിനിൽ നിന്നും ഇന്ന് അസ്ഥി ഉൾപ്പെടെയുള്ള ശരീരഭാഗങ്ങൾ കണ്ടെത്തി. നൊമ്പരപ്പെടുത്തുന്നതായിരുന്നു ലോറി പരിശോധിച്ചപ്പോൾ കണ്ട കാഴ്ചകൾ. മകന് വേണ്ടി വാങ്ങിയ കളിപ്പാട്ടവും അർജുന്റെ വസ്ത്രങ്ങളും ലോറിയുടെ ക്യാബിനിൽ നിന്നും കണ്ടെത്തി. രക്ഷാപ്രവർത്തനം ഊർജിതമാക്കുന്നതിൽ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഇടപെടൽ നിർണായകമായിരുന്നുവെന്ന് കാർവാർ MLA സതീഷ് കൃഷ്ണസൈൽ പറഞ്ഞു. ശിരൂരിൽ നിന്നും സിജു കണ്ണൻ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. അസിത, വളരെ വൈകാരികമായ നിമിഷങ്ങൾക്കായിരുന്നു ഇന്ന് ശിരൂർ സാക്ഷ്യം വഹിച്ചത്. കഴിഞ്ഞ ദിവസം ഗംഗാവാലി പുഴയിൽ നിന്ന് കണ്ടെത്തിയ അർജുന്റെ ട്രക്ക് രാവിലെ 8:30 മുതൽ പുറത്തെത്തിക്കാൻ ശ്രമം നടന്നു. 10:45 കൂടിയാണ് ട്രക്ക് പുറത്തെത്തിച്ചത്. ഡ്രഡ്ജറിലുള്ള ക്രെയിൻ സംവിധാനം, അതോടൊപ്പം തന്നെ ദേശീയപാതയോട് ചേർന്ന് കരയിൽ 3 ക്രെയിൻ സംവിധാനം കൂടി ഏർപ്പെടുത്തിയാണ് വലിച്ച് വളരെ മെല്ലെ ഈ ട്രക്ക് കരയിലേക്ക് എത്തിച്ചത്. കരയിലേക്ക് എത്തിച്ച ശേഷം ഈ ട്രക്കിന്റെ ക്യാബിൻ ഭാഗം പൊളിച്ച് പരിശോധിച്ചു. ഈ ക്രെയിനുകൾ ഉപയോഗിച്ചാണ് തകർന്നു പോയ ക്യാബിൻ ഭാഗം പൊളിച്ച് പരിശോധന നടത്തിയത്. ഈ ട്രക്ക് പരിശോധിച്ചപ്പോൾ തന്നെ അതിൽ ഒരു അസ്ഥിയുടെ ഭാഗം കണ്ടെത്തി. ഇത് പിന്നീട് അവിടെ നിന്ന് ശേഖരിച്ച് കാർവാർ മെഡിക്കൽ കോളേജിൽ മൃതദേഹം സൂക്ഷിച്ച സ്ഥലത്തേക്ക് കൊണ്ടുപോയി. പിന്നീട് നടത്തിയ പരിശോധനയിൽ അർജുൻ ഉപയോഗിച്ചിരുന്ന വസ്തുക്കളെല്ലാം തന്നെ കണ്ടെടുത്തു. വളരെ കണ്ണീരണിയിക്കുന്ന ഒരു കാഴ്ചയായിരുന്നു ശിരൂരിൽ നിന്ന് കണ്ടത്. അർജുന്റെ കുട്ടിയുടെ കളിപ്പാട്ടം ഈ വാഹനത്തിൽ അർജുൻ സൂക്ഷിച്ചിരുന്നു. ഒരു കുഞ്ഞു കളിപ്പാട്ടമാണ്. ഒരു വാഹനത്തിന്റെ ആ ദൃശ്യങ്ങൾ കാണുമ്പോൾ എല്ലാവരും വളരെ വേദനിപ്പിക്കുന്ന ഒരു ദൃശ്യമായി അത് മാറി. മറ്റ് അർജുൻ ഉപയോഗിക്കുന്ന എല്ലാ സാധനങ്ങളും അതിലുണ്ടായിരുന്നു. അർജുൻ ഉപയോഗിച്ചിരുന്ന 2 മൊബൈൽ ഫോൺ കണ്ടെടുത്തു. അതോടൊപ്പം തന്നെ ചീർപ്പ്, കണ്ണാടി മുതൽ ഉൾപ്പെടെയുള്ള സാധനങ്ങളെല്ലാം തന്നെ അതിലുണ്ടായിരുന്നു. അർജുൻ പതിവായി ഉപയോഗിച്ചിരുന്ന വസ്ത്രങ്ങളുണ്ടായിരുന്നു. ഭക്ഷണം പാകം ചെയ്യാൻ ഉപയോഗിച്ചിരുന്ന പാത്രങ്ങളും വെള്ളം കുടിക്കാൻ ഉപയോഗിക്കുന്ന ഗ്ലാസും ഉൾപ്പെടെ മുഴുവൻ സാധനങ്ങളും ഈ ട്രക്കിൽ നിന്ന് കണ്ടെടുത്തു. അർജുന്റെ സഹോദരൻ അഭിജിത്തും സഹോദരി ഭർത്താവ് ജിതിനുമെല്ലാം തന്നെ ഇത് കണ്ട് അത് അർജുൻ്റേതാണെന്ന് സ്ഥിരീകരിക്കുകയായിരുന്നു. തുടർന്ന് ഇരുവരും അർജുൻ്റെ ഓർമ്മകളുള്ള ഓരോ വസ്തുക്കളും ശേഖരിക്കുന്നതാണ് നമ്മൾ കണ്ടത്. ഒരു സഞ്ചിയിലേക്ക് മാറ്റി ശേഖരിക്കുന്നുണ്ടായിരുന്നു. കാരണം ഇന്ന് രാവിലെ അർജുൻ്റെ ഭാര്യ ഇവരെ വിളിച്ച് പറഞ്ഞത് അർജുൻ്റെ ഓർമ്മകളുള്ള എല്ലാ വസ്തുക്കളും തനിക്ക് വേണം, വീട്ടിലേക്ക് കൊണ്ടുവരണമെന്ന് ആവശ്യപ്പെട്ടിരുന്നു. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ട്രക്ക് പൊളിച്ച് പരിശോധന നടത്താൻ ആവശ്യപ്പെടണമെന്ന് പറഞ്ഞിരുന്നു. അതേ തുടർന്നാണ് ഈ പരിശോധനകളെല്ലാം നടത്തിയത്. അഗ്നിരക്ഷാ സേന അതോടൊപ്പം തന്നെ മറ്റ് ട്രക്കുമായി ബന്ധപ്പെട്ട ആളുകളെല്ലാം തന്നെ ചേർന്നാണ് ഇത് പൊളിച്ച് പരിശോധന നടത്തിയത്. ഇനി വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം ഇവിടെ പൂർത്തിയാവാനുള്ളത് അർജുൻ്റെ DNA പരിശോധനയാണ്. DNA പരിശോധനയുമായി ബന്ധപ്പെട്ട നടപടികൾ ഇന്ന് രാവിലെ മുതൽ ആരംഭിച്ചു. അതിരാവിലെ തന്നെ ഹൂബ്ലിയിലെ റീജിയണൽ ഫോറൻസിക് സയൻസ് ലബോറട്ടറിയിലേക്ക് DNA പരിശോധനയ്ക്ക് സാമ്പിൾ അയച്ചിട്ടുണ്ട്. മൃതദേഹം നിലവിൽ സൂക്ഷിച്ചിരിക്കുന്നത് കാർവാർ മെഡിക്കൽ കോളേജിലാണ്. കാർവാർ മെഡിക്കൽ കോളേജിലേക്ക് കഴിഞ്ഞ ദിവസം രാത്രി അർജുന്റെ സഹോദരി ഭർത്താവ് ജിതിനെ വിളിച്ചു വരുത്തി പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയാക്കിയതായി ജില്ലാ പോലീസ് മേധാവി അറിയിച്ചിരുന്നു. വലിയ ഒരു ദൗത്യമാണ് പൂർണ്ണമായിരിക്കുന്നത്. അതിന്റെ ഫലം കണ്ടിരിക്കുന്നത്. ഇന്ന് സതീഷ് കൃഷ്ണസൈൽ മുഖ്യമന്ത്രി പിണറായി വിജയനെ അഭിനന്ദിച്ചുകൊണ്ട് രംഗത്തെത്തി. ഈ പ്രവർത്തനങ്ങളിൽ ആദ്യഘട്ടം മുതൽ സിദ്ധരാമയ്യയുമായി ബന്ധപ്പെട്ട് സംസാരിക്കുകയും കേരളം നടത്തിയ ഇടപെടലും കേരളത്തിലെ മാധ്യമങ്ങൾ നടത്തിയ ഇടപെടലും എല്ലാം തന്നെ അദ്ദേഹം ഓർമ്മിപ്പിച്ചു. വളരെ നല്ല ഇടപെടലായിരുന്നു നടത്തിയിരുന്നത്. ആദ്യഘട്ടത്തിലുണ്ടായിരുന്ന ആശയക്കുഴപ്പങ്ങളെല്ലാം തന്നെ പിന്നീട് മാറി. ചെറിയ ആശയക്കുഴപ്പങ്ങൾ ഉണ്ടായിരുന്നു ആദ്യഘട്ടത്തിൽ. അത് കേരളത്തിലെ മാധ്യമങ്ങളുടെ ഇടപെടലുമായി ബന്ധപ്പെട്ട് ഉൾപ്പെടെ അതെല്ലാം മാറിയെന്ന് അദ്ദേഹം പറഞ്ഞു. അതോടൊപ്പം തന്നെ 2 സംസ്ഥാനങ്ങൾ തമ്മിൽ രണ്ട് സംസ്ഥാനങ്ങൾ യോജിച്ച് നടത്തിയ ഒരു പ്രവർത്തനത്തിന്റെ ഭാഗമായാണ് ഇങ്ങനെ ഒരു ഘട്ടത്തിലേക്ക് എത്താൻ കഴിഞ്ഞത് എന്ന് SP നാരായണ പറഞ്ഞു. അർജുനെയും അർജുന്റെ ട്രക്കും കണ്ടെത്താൻ കഴിഞ്ഞത് എന്ന് നാരായണ പറഞ്ഞു. അദ്ദേഹം പറഞ്ഞത് ഇത് രാജ്യത്തിന് തന്നെ മാതൃകയാകുന്ന നിലയിലുള്ള ഒരു ഇടപെടലായിരുന്നു. മന്ത്രിമാരായ മുഹമ്മദ് റിയാസ് എത്തിയത്, അതോടൊപ്പം തന്നെ AK ശശീന്ദ്രൻ ശിരൂരിലെത്തിയതെല്ലാം തന്നെ അദ്ദേഹം ഓർമ്മിപ്പിച്ചു. അതോടൊപ്പം തന്നെ MPമാർ MLA മാർ കേരളത്തിലെ ജനപ്രതിനിധികൾ നടത്തിയ ഇടപെടലിനെ കുറിച്ചും SP നാരായണ ഓർമ്മിപ്പിച്ചു. മഞ്ചേശ്വരം MLA AKM അഷ്റഫും ഇന്ന് സ്ഥലത്തെത്തിയിട്ടുണ്ടായിരുന്നു. ഏതായാലും മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടുകൊടുക്കുന്നതുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങൾ അതിവേഗത്തിൽ പൂർത്തിയാക്കാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട് എന്നാണ് അധികൃതർ അറിയിച്ചത്. ഒരുപക്ഷെ നാളെ ഉച്ചയോടുകൂടി തന്നെ DNA പരിശോധനാ ഫലം വരും. ഹൂബ്ലിയിൽ നിന്ന് പരിശോധനാ ഫലം വന്നതിന് പിന്നാലെ തന്നെ മൃതദേഹം ബന്ധുക്കൾക്ക് കൈമാറി നാട്ടിലെത്തിക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കും. കർണാടക സർക്കാർ മൃതദേഹം നാട്ടിലേക്ക് എത്തിക്കുന്നതിനാവശ്യമായ ആംബുലൻസ് സൗകര്യം ഉൾപ്പെടെ ഏർപ്പെടുത്തുമെന്നാണ് കാർവാർ MLA സതീഷ് കൃഷ്ണസൈൽ പറഞ്ഞിരിക്കുന്നത്. നേരത്തെ കേരള സർക്കാർ ഇക്കാര്യം ഏറ്റെടുത്തിരുന്നു. കേരള സർക്കാരിന്റെ നേതൃത്വത്തിൽ
നേതൃത്വത്തിൽ മൃതദേഹം കോഴിക്കോട്ടേക്ക് എത്തിക്കുന്നതിനാവശ്യമായ ഇടപെടൽ ഉണ്ടാകുമെന്നാണ് അറിയിച്ചിരുന്നത്. എന്നാൽ ഇക്കാര്യം കർണാടക സർക്കാർ ഏറ്റെടുക്കുകയായിരുന്നു. ഏതായാലും നാളെ ഇക്കാര്യത്തിൽ മൃതദേഹം നാട്ടിലെത്തിക്കുന്നതുമായി ബന്ധപ്പെട്ട തീരുമാനമുണ്ടാകും. സാങ്കേതികമായ ഒരു പരിശോധന മാത്രമാണ് ആവശ്യം. കാരണം ഈ ട്രക്കിൽ അകത്ത് നിന്നാണ് മൃതദേഹം കണ്ടെത്തിയത്. അതോടൊപ്പം തന്നെ അർജുൻ ഉപയോഗിച്ചിരുന്ന വസ്ത്രങ്ങളെല്ലാം തന്നെ, അർജുന്റെ സാധനങ്ങളെല്ലാം തന്നെ ട്രക്കിൽ നിന്ന് കണ്ടെത്തി. നിയമപരമായ പ്രശ്നങ്ങൾ ഭാവിയിൽ ഇല്ലാതിരിക്കാൻ വേണ്ടിയാണ് DNA പരിശോധന പൂർത്തിയാക്കുന്നത്. ബന്ധുക്കളും ഇക്കാര്യം ആവശ്യപ്പെട്ടിരുന്നു. ഏതായാലും ആ പരിശോധന പൂർത്തിയാക്കി ഒരുപക്ഷെ നാളെ തന്നെ മൃതദേഹം നാട്ടിലേക്ക് കൊണ്ടുപോകുന്നതിനാവശ്യമായ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കാൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അസിത.